ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇപ്പം ചെറുകിട വാർഡിൽ താമസിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം ആന ഒരു സന്ധ്യ ആകുന്നതിന് മുമ്പേ നമ്മുടെ മുറ്റത്തെത്തിയിരിക്കും. ഇന്നലെ 2 പ്രാവശ്യം വന്നേ. ഒരു മുഴയാനായത് ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യാനാ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനങ്ങാപ്പുറ നയമാണ് അവർ സ്വീകരിക്കുന്നത്. മേലുദ്യോഗസ്ഥന്മാരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും. ആളുകളൊക്കെ ഇവിടുന്ന് താമസം മാറി പോകുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഈ റീഫിൽഡ് കേരള എന്നും പറഞ്ഞ് കുറച്ച് സ്ഥലം, ഈ 5 സെൻറ്റ് 2 സെൻറ്റ് 10 സെൻറ്റൊക്കെ ഉള്ളൂ. അതുപോലെ നമുക്ക് പോകാൻ പറ്റത്തില്ല. മുള്ള വീടിന്റെ മുമ്പിലൊക്കെ ആനയുടെ പാടും കാര്യമൊക്കെ. അതെ, ആന സന്ധ്യയ്ക്ക് ഇങ്ങനെ വരുന്നയാ. വീടിന് മുമ്പിൽ അതിഥിയെ പോലെ അങ്ങ് വരും. അതെ 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 അതിനൊരു പേടിയില്ല. നമ്മൾ പിന്നെ അമിട്ട് പൊട്ടിച്ചാൽ പോലും അത് തിരിഞ്ഞ് നിൽക്കുക. ഇന്നലെ 2 പ്രാവശ്യം എൻ്റെ വീട്ടുമുറ്റത്ത് വന്നേ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഫോറസ്റ്റുകാരെ വിളിച്ചാൽ അവർക്ക് വരാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. നല്ല വെളിച്ചമുള്ളൊരു ലൈറ്റില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കാതുകളിൽ ഇത് എത്തണം. നിങ്ങളുടെ ഈ വാർത്ത ഞങ്ങളെ തേടി നിങ്ങൾ വന്നല്ലോ, അത് തന്നെ ഏറ്റവും വലിയൊരു അഭിനന്ദനമാണ്. കാരണം ഞങ്ങളുടെ ഈ വാർത്തകൾ നിങ്ങളെങ്കിലും പുറം ലോകത്തെ അറിയിക്കുന്നല്ലോ. ഇവിടെ ഒരു പാർട്ടി പ്രവർത്തകരും ഇല്ല, ഒരു പാർട്ടിക്കാരും ഇല്ല, ഒരു MLA ഇല്ല, ആരുമില്ല. അവർ സർവകക്ഷിയാ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ പിറവന്നൂർ പഞ്ചായത്ത് ചാമക്കാല ജ്യോതി കുമാർ ചാമക്കാല വിളിച്ചു. നമ്മുടെ ഈ വാർഡിൽ ഇവരാരും വിളിക്കുന്നില്ല. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശല്യം. ഞങ്ങളുടെ പറമ്പൊക്കെ വന്ന് നോക്കി, എൻ്റെ ഒരു മിഷ്യൻ വരെ തകർത്തു. 2.5 ലക്ഷം രൂപ കൂടുതൽ നഷ്ടമുണ്ട്. പക്ഷേ ഞാൻ പഞ്ചായത്തിൽ നിന്ന് വാല്യുവേഷൻ എടുക്കാൻ ചെന്നപ്പം എൻ്റെ മാധ്യമ സുഹൃത്തെ അവർ 15,000 രൂപ ഇടുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 2 ലക്ഷം തരാമെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. എല്ലാം നശിപ്പിച്ച്. ഇതിന് മുമ്പ് മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ വയ്യ. ഒരു വാഴയില്ല, കപ്പയില്ല, തെങ്ങില്ല. 10-60 മൂട് തെങ്ങ് കളഞ്ഞു. എൻ്റെ അനിയൻ്റെ 40 മൂട് തെങ്ങ് കളഞ്ഞു. അതായത് നമ്മുടെ തുളിക്കോട് സ്കൂളിലെ HMൻ്റെ റബ്ബർ ഒരു 500 മൂട് റബ്ബർ കളഞ്ഞു. നമുക്ക് ഒറ്റ എണ്ണം ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത്? ഇവിടെ പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കാനാണ് എല്ലാവരും നോക്കുന്നത്. ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു കാര്യം കൂടെ നിങ്ങൾ മന്ത്രിയുടെ കാതുകളിൽ എത്തിക്കുക. അവർക്ക് എത്തിച്ചേരാനുള്ള വാഹന സൗകര്യം ഇല്ല. ഒരു വണ്ടിയാണുള്ളത്. ഇവിടെ ആന ഇറങ്ങുമ്പം പറയും ചാലിയക്കര ഇറങ്ങിയെന്ന്, ചാലിയക്കര വിളിക്കും പറയും കറവൂർ ഇറങ്ങിയെന്ന്. അവരെങ്ങനെ പോയി പറ്റും? ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് നല്ല വെളിച്ചമുള്ളൊരു ലൈറ്റില്ല. ഞാനന്ന് പ്രശ്നം ഉണ്ടാക്കി 3 ലൈറ്റ് വാങ്ങിച്ചു കൊടുത്തു. അതെന്ത് ചെയ്യുന്നോലും അറിയത്തില്ല. അവർക്കിവിടെ വരാൻ ലൈറ്റില്ല. ഇല്ലെങ്കിൽ അവർ പറയും ഇവിടെ സ്റ്റാഫ് ഇല്ല എന്ന് പറയും. വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. ഇപ്പം ഈ പ്രദേശത്ത് ആൺപിള്ളേരാരുമില്ല. എല്ലാവരും പുറത്ത് ജോലി തേടിപ്പോയി. ഞങ്ങൾ ഈ സാധാരണ കർഷകരല്ലേ, ഇവിടെ തൊഴിലുറപ്പ് കൊണ്ട് ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അവരെന്ത് ചെയ്യും? അവർക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ഇതിനകത്ത് ഇടപെടേണ്ടിയിരിക്കുന്നു. ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങൾക്കിത് മാത്രമേ പറയാനുള്ളൂ. അല്ല, ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. എന്താ പറയുക, എപ്പോഴൊക്കെ ആന വരുന്ന സമയം? ആന ഇന്ന് പകലുണ്ടായിരുന്നു, ഈ റോഡിലുണ്ടായിരുന്നു. അവർ ഓടിച്ചു വിട്ടിയ വാച്ചർമാർ, ഫോറസ്റ്റിൻ്റെ വാച്ചർമാർ വന്ന് ഓടിക്കും തിരിച്ചു വരില്ല. നമ്മളങ്ങനെ പട്ടിക്കുഞ്ഞിനായിട്ട് കളിപ്പിക്കുന്നത്. അതുപോലെയാണ് ആന ഇപ്പം നടക്കുന്നത്. എൻ്റെ വീട്ടിലോട്ട് വന്ന് നോക്കിയാൽ കാണാം. ഇന്നലെ രാത്രി വന്ന് താണ്ഡവം ആടിയത്.